അൽഹംദുലില്ലാ. മിന റെയിൽവേ മെട്രോ ട്രെയിനിലൂടെ ജമറാത്തിന്റെ അരികിലേക്കുള്ള ട്രെയിനാണ് പോകുന്നത്. സ്റ്റേഷനാണ് കാണുന്നത്. മാഷാ അല്ലാഹ്. 2024 ഹജ്ജ് ഏകദേശം ഇന്ന് അവസാനിക്കുകയാണ്. 3 ദിവസത്തെ രാപ്പാർക്കലുകൾ, യൗമുത്തർവിയ, യൗമുത്തശ്രീഖ്, ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിലെ രാപ്പാർക്കലുകൾ എല്ലാം അവസാനിച്ച് ഹജ്ജിന്റെ പൂർണ്ണ വിരാമത്തിലേക്ക് ഇന്ന് ഉച്ച മുതൽ ആരംഭിക്കുകയാണ്. അയ്യാമുത്തശ്രീഖിന്റെ 3ാമത്തെ കല്ലേറ് നടത്തേണ്ടത് ജംറത്തുൽ ഊല അഥവാ ജംറത്തുൽ സൂറ, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ, 3 ജംറകളെ രൂപ 3 ദിവസം താമസിച്ച് 3 ദിവസം നടത്തലാണെങ്കിലും ഇങ്ങനെ ഒരു വകുപ്പ് ഇസ്ലാം നൽകുന്നുണ്ട്. 2ാമത്തെ ദിവസം നിർവഹിച്ച് മഗ്‌രിബിയുടെ മുമ്പ് മിന വിടുകയാണെങ്കിൽ അവർക്ക് നഫറവ്വലായി പിരിയാവുന്നതാണ്. ആ നിലയ്ക്ക് എല്ലാവരും പിരിഞ്ഞു. മാഷാ അല്ലാഹ്. അല്ലാഹുവേ ഖബൂലാക്കണേ റഹ്മാനെ. ഇത് കേൾക്കുന്നവർക്കൊക്കെ ഈ മണ്ണിലെത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. വല്ലാത്ത സൗകര്യങ്ങളാണ് മിനയിൽ ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ളത്. അതെല്ലാം അവസാനിച്ച് സന്തോഷത്തോടെ ഹാജിമാരെ യാത്ര അയക്കുകയാണ് ഇവിടുത്തെ പോലീസുകാരും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും. മാത്രമാണ് മിനയിലുള്ളത്. അവിടെ ജമാഅത്തില്ല, നിസ്കാരമില്ല. കാരണം ഇവിടങ്ങളിലൊന്നും ആൾ താമസങ്ങളില്ല. ഹജ്ജിന്റെ കർമ്മങ്ങളിൽപ്പെട്ട ആ ഒരു സമയത്ത് മാത്രമാണ് അറഫയും മുസ്ദലിഫയും മിനയും സജീവമാകുന്നത്. അൽഹംദുലില്ലാഹ്. ഈ വർഷത്തെ പങ്കാളിത്തം വഹിക്കാൻ ഇതിൻ സ്ഥാപനത്തിനും കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി ഇന്ന് ഉച്ചയോടെ നിർവഹിച്ച് നേരത്തെ താമസ സ്ഥലമായ അസീസിയിലേക്ക് പോവുകയാണ്. ഈ പന്തല് കെട്ടിയിട്ടുള്ളതാണ് ത്വരീഖുൽ മുഷാത്ത്. നടത്തക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക വഴി തന്നെ. മാഷാ അല്ലാഹ്. 3ാമത്തെ ദിവസം രാവിലെ ആയതുകൊണ്ട് ആരുമില്ല. അൽഹംദുലില്ലാഹ്. പല ആളുകളും ഇന്നലെ തന്നെ നിർവഹിച്ച് നഫർ അവ്വൽ ആയി പിരിയാവുന്ന മിനയോട് രാപ്പാർക്കുകയാണ്. ബസ്സിലൂടെ പലരും ഹറമിലും മറ്റും പോയിക്കൊണ്ടിരിക്കുന്നു. മാഷാ അല്ലാഹ്. കാണുന്നതാണ് ജമറാത്ത്. ആ മിനാരങ്ങളുള്ള പള്ളിയാണ് മസ്ജിദുൽ ഖൈഫ്. 70ഓളം വരുന്ന പ്രവാചകന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് മസ്ജിദുൽ ഖൈഫ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് വേളയിൽ വന്ന് താമസിച്ച സമയത്ത് നിസ്കരിച്ച സ്ഥലമാണ് മസ്ജിദുൽ ഖൈഫ്. ഈ ഖൈഫിനോട് വിട പറയുന്നു, ജമറാത്തുകളോട് വിട പറയുന്നു. ഇനി 1 വർഷം ഇവിടെ കാലിയായി കിടക്കുകയാണ്. താമസങ്ങളില്ല, കച്ചവടങ്ങളില്ല,